ഹായ് ഫ്രണ്ട്സ്, GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പ്രബിനെ കുറിച്ച് പറയാനാണ്. 2-3 ദിവസമായി ഞാൻ അവനെക്കുറിച്ച് ബാക്കി ഭാഗങ്ങൾ പറയാതെ മറ്റു വീഡിയോയുടെ പുറകിൽ നിന്ന് കുറച്ച് പോയതുകൊണ്ട് പ്രബിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രബിനെ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സർജറിക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2025 ജനുവരി മാസം 9-ാം തീയതിയായിരുന്നു അവൻ്റെ സർജറി. അതിനു മുന്നേ 7-ാം തീയതി അവനെ അഡ്മിറ്റ് ചെയ്തു. അതിൻ്റേതായിട്ടുള്ള എമൗണ്ടുകളൊക്കെ നമ്മൾ റെഡിയാക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സർജറിക്ക് വേണ്ട കാര്യങ്ങളിലോട്ട് പോവുകയാണ്. 8-ാം തീയതി നമുക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ടുള്ള ആ ക്യാഷ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങളായിരുന്നു ഞങ്ങൾ. 2 ലക്ഷം രൂപയാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമൊക്കെ ആയിരുന്നു. എന്തായാലും ഒരുവിധം ഒപ്പിച്ചെടുത്തു എന്ന് പറയാം. അതാണ് യഥാർത്ഥത്തിൽ ശരി. അപ്പം ഇതിനു വേണ്ടി സഹായിച്ചത് മൊത്തം നമ്മുടെ പാറശാല ഗേൾസ് ഹൈ സ്കൂളിലെ ലേഖ എന്ന് പറഞ്ഞ ടീച്ചറാണ് ഇതിൻ്റെ പുറകിൽ നിന്ന്. അപ്പോൾ അവരുടെ ആ ഒരു ഹെൽപ്പ് മൂലമാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയത്. ഈ ടീച്ചർ ഏറ്റവും അധികമായി സ്നേഹിച്ച ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ടീച്ചറിൻ്റെ കൂടെ പഠിച്ചതും ഇപ്പോൾ നേറ്റങ്കര സ്കൂളിൽ ഒരു LP സ്കൂളിലെ ടീച്ചറായിരിക്കുകയാണ്. അവരുടെ പേര് വന്നിട്ട് ഞാൻ പറയാമോ എന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് ചിലപ്പോൾ അതിൽ താല്പര്യമില്ലെങ്കിലോ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് ഞാൻ പറയാത്തത്. ഞാൻ അവരും ലേഖ ടീച്ചറും കൂടെയാണ് പിന്നെയുള്ള ദിവസങ്ങളിലേക്ക് എനിക്ക് ഒരു നല്ലൊരു ഹെൽപ്പായിട്ട് നിന്നത്. കാരണം സർജറിക്ക് വേണ്ടി അവർ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു ടീച്ചറാണ്. അവരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല. ഞാൻ അവരുമായിട്ട് ഫോൺ വിളിച്ച് അവരോട് സംസാരിച്ച് അവരുടെ പേര് വീഡിയോയിൽ പറയുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ മാത്രം ഞാനത് അടുത്തൊരു വീഡിയോയുമായി വരുമ്പോൾ ഞാൻ ആ വീഡിയോയിൽ ആ ടീച്ചറിൻ്റെ പേര് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏകദർശിയായിട്ടാണ് ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. ആ സമയത്ത് ടീച്ചറിനെ കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ പാടില്ല. കാരണം അന്നത്തെ ദിവസം ആ 8-ാം തീയതി എന്ന് പറയുന്ന ദിവസം ലേഖ ടീച്ചറും ഈ ഒരു ടീച്ചറുമാണ് അതിന് പ്രധാന കാരണക്കാരായിട്ട് നിന്നത്. അപ്പോൾ ലേഖ ടീച്ചറിന് ഇതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി. നമുക്ക് 2025 ജനുവരി മാസം 9-ാം തീയതിയാണ് സർജറി. അതിന് തൊട്ട് മുന്നത്തെ വർഷം, അതായത് 2024 നവംബർ മാസം, ഡേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു ദിവസം ടീച്ചറിൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ വലിയൊരു നഷ്ടമുണ്ടായ ദിവസമായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചർ കുറേ ടെൻഷൻ അടിച്ച് അങ്ങനെ തിരിയുന്നത് കൊണ്ട് ടീച്ചർ എൻ്റെ കൂടെ ഉണ്ട്, ഇല്ലെന്നല്ല. ഹെൽപ്പായിട്ട് ആളാലുള്ള എല്ലാ രീതിയിലുള്ള ഹെൽപ്പുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും ടീച്ചറിൻ്റെ ആ ഒരു മാനസിക അവസ്ഥയിൽ കുറച്ച് ബ്രേക്ക് ഇട്ട് നിന്നു. ആ സമയത്ത് എനിക്ക് ഈ ഒരു ടീച്ചറാണ് അവർക്ക് തുല്യമായിട്ട് അവർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനേക്കാളിലും സ്നേഹത്തോടെയും നമുക്ക് പൈസയുടെ കാര്യത്തിലും ഓരോ നിമിഷം തോറും വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവിടെ പോയോ, ഇവിടെ പോയോ, ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയിടത്തൊന്നും നമുക്ക് തരാതെ വിട്ടിട്ടില്ല കേട്ടോ. അവർ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി കാര്യങ്ങൾ പറഞ്ഞു, വ്യക്തത കൊടുത്തു. അവരാൽ കഴിയുന്ന ഒരു ചെറിയൊരു തുക, അതായത് നമുക്ക് വേണ്ടത് വെറും 2 ലക്ഷം രൂപയാണ് അവിടെ വേണ്ടത്. ബാക്കി എമൗണ്ട് നമുക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എമൗണ്ടാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓടിയ ഓട്ടത്തിൽ നമ്മളെപ്പോലെ സാധാരണക്കാർ ഓടിയാൽ ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ ശരിക്കും സാമ്പത്തികം ഉള്ളവർ ഓടിയാൽ ഒരോട്ടം ഓടിയാൽ മതി, കിട്ടും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു നെട്ടോട്ടം ഓടിയത്. അന്നൊന്നും ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഞങ്ങളില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നേരത്തെ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിരുന്നുവെങ്കിൽ, അവൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓട്ടം ഓടേണ്ടി വരത്തില്ലായിരിക്കാം. ചിലപ്പോൾ വരത്തില്ലായിരിക്കാം. നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം തന്നെ ആവശ്യത്തിൽ കൂടുതലായേനെ നമുക്ക്. പക്ഷേ നമ്മൾ ആ ഒരു ലെവലിലോട്ട് പോയിട്ടില്ലായിരുന്നു.
സർജറി എല്ലാം കഴിഞ്ഞ് 3 മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു ഓട്ടോ ഒക്കെ ഓടിപ്പറക്കിയെടുത്ത് ഞങ്ങൾ ഈ ഒരു എമൗണ്ട് റെഡിയാക്കി. ടീച്ചറിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു സങ്കടകരമായ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ലേഖ ടീച്ചറിൻ്റെ അച്ഛൻ മരിക്കുകയാണ്. നവംബർ മാസമാണ്, 2024 നവംബർ മാസത്തിലാണ് അച്ഛൻ മരിക്കുന്നത്. അതും പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു. രാവിലെ ആയപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നത്. വെളുപ്പിലായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ ടീച്ചർ ആ സമയത്തും അവിടെ അത്രയും ദുഃഖത്തിൽ നിൽക്കുമ്പോഴും ടീച്ചർ എൻ്റെ പ്രബിനെ എല്ലാ ദിവസവും വിളിക്കും കേട്ടോ. എല്ലാ ദിവസവും രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഒരു ദിവസം വിളിക്കുമായിരുന്നു. അപ്പോൾ അതേപോലെ ടീച്ചർ അന്നത്തെ ദിവസവും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സൗണ്ടിന് അല്പം മാറ്റം തോന്നിയപ്പോൾ ടീച്ചർ അന്ന് അങ്ങനെ ഒത്തിരി സംസാരിച്ചില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. എന്നിട്ടും ടീച്ചറിൻ്റെ ആ ഒരു വിഷയം പറയുന്നില്ല, അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുന്നില്ല. ടീച്ചറിൻ്റെ സൗണ്ടിൽ ചെറിയ ഒരു മാറ്റം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ച് ചോദിച്ചു, ടീച്ചറിൻ്റെ വോയിസിനൊരു പ്രശ്നമുണ്ടല്ലോ ടീച്ചർ, എന്താണ് പ്രശ്നം, എന്തെങ്കിലും വഴക്കായോ എന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ടീച്ചർ തന്നെ പറയുകയാണ്, പിന്നെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് എനിക്ക് വിഷമമായി. പിന്നെ ഞാൻ അവിടെ തിരുവനന്തപുരത്താണ്, ടീച്ചർ ഇവിടെയാണ്, നാട്ടിലാണ്. അപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. ടീച്ചർ ഇത്രയും ഒരു ഹെൽപ്പൊക്കെ ചെയ്യുന്ന ടീച്ചറിന് പ്രബിന് നല്ല പനിയാണ് കേട്ടോ. ഇൻഫെക്ഷൻ കുറയുന്നില്ല ആ സമയത്തൊന്നും. എങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ വന്നു ഒരു 5 മിനിറ്റെങ്കിലും അവിടെ നിൽക്കാൻ പറ്റുന്ന അത്രയെങ്കിലും എനിക്ക് നിൽക്കണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു. ഞാൻ ചേട്ടനോട് ആവശ്യപ്പെട്ടു എന്നെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന്. അങ്ങനെ ചേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. പക്ഷേ അതല്ല ഞാനിവിടെ പറയാൻ വന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ ഈ ഒരു മാറ്റർ കണ്ടാണ് ടീച്ചർ അല്പം ബ്രേക്കിട്ട് നിന്ന് എന്നാണ് പറയാൻ വന്നത്. അപ്പോൾ അത്രയും സങ്കടത്തിൽ നിന്നിട്ടും ടീച്ചർ എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു ടീച്ചറാണ്. അതുകൊണ്ടാണ് ഇന്നും ഞാൻ ടീച്ചറിനെ അത്രമേൽ സ്നേഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ ദിവസങ്ങൾ നടന്നത്. അങ്ങനെ നമ്മൾ സർജറിക്ക് അവനെ 9-ാം തീയതി ഒരു 12 മണിക്കാണ് നമ്മൾ സർജറിക്ക് വേണ്ടി അവനെ എല്ലാ കാര്യങ്ങളും, ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ പറക്കിയെടുത്ത് നമ്മൾ സർജറി റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ്. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് എന്താ പറയുകയെന്ന് പോലും അറിയില്ല. അത്രയും സങ്കടകരമായ ഒരു ദിവസമായിരുന്നു. അവൻ്റെ 2 കാല് കൊണ്ട് നടന്ന കുട്ടിയായിരുന്നു. അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ അവൻ ഒരുപാട് സങ്കടത്തിലാണ്. പക്ഷെ അത് അവൻ എന്നോട് കാണിക്കുന്നില്ല, അവൻ്റെ അച്ഛനോട് കാണിക്കുന്നില്ല, സഹോദരിയോട് കാണിക്കുന്നില്ല, ആരോടും കാണിക്കില്ല. പക്ഷെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചേട്ടൻ്റെ മൂത്ത സഹോദരനും ഭാര്യയും ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ മറ്റാരും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാവരെയും അറിയിച്ചതാണ്. പക്ഷേ ആരും ഒരു ബ്ലെസ്സിങ് പോലും അവന് കൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ആരും അവന് വേണ്ടി ഒരു ഫോൺ കോളിൽ പോലും വിളിച്ച് പ്രാർത്ഥന കൊടുത്തിട്ടില്ല. അത്രയ്ക്ക് ഒറ്റപ്പെട്ട ഒരു നിമിഷമായിരുന്നു. അവനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ഇളയ സഹോദരൻ്റെ മോളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 7-ാം തീയതി, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നേരത്തെ, ഒരു ഡോക്ടർ നമ്മുടെ തലയിൽ വലിയൊരു ഗുണ്ട് തൂക്കിയിട്ട ഒരു സംഭവം CT എടുക്കാൻ. അന്നത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് തളർന്ന് നിൽക്കുന്ന സമയത്ത് അവരവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ജസ്റ്റ് ഹോസ്പിറ്റലിൽ വന്നു, നോക്കി, അവരങ്ങ് പോയി. അത്ര തന്നെയാണ്, മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സർജറിയുടെ ദിവസം ആരും വന്നിട്ടില്ല. അവൻ്റെ ഇപ്പോഴത്തെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ്റെ മൂത്ത സഹോദരനും അവരുടെ വൈഫും മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, അവർ ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ സങ്കടത്തിനൊപ്പം നിന്നു. കാരണം 12 മണിക്കാണ് ഇവനെ സർജറി റൂമിലേക്ക് കയറ്റുന്നത്. തിരിച്ച് അവനെ സർജറി റൂമിൽ നിന്ന് ഇറക്കുന്നത് രാത്രി 9:45. അപ്പോൾ അത്രയും സമയം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം അവർ. കാരണം എല്ലാവരെയും 1-2 മണിക്കൂറിലൊക്കെ സർജറി കഴിഞ്ഞ് അവരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കുട്ടിയെ മാത്രം കയറ്റി കഴിഞ്ഞിട്ട് ഇറക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒന്നാമത് ഇവിടെ നല്ല ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലാണ് ഞാനും ചേട്ടനും മോളും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളെ കൂടെ അഡ്മിറ്റ് ചെയ്ത ഒരു ഫ്രണ്ടുണ്ട്. അവരുടെ മോളും അന്ന് ദിവസമായിരുന്നു സർജറി. അവരും ഇറങ്ങി. അവർ രാവിലെ 9 മണിക്കോ എന്തോ കയറ്റി, ഒരു 11:30 ആയപ്പോൾ അവരും ഇറങ്ങി.
പക്ഷേ എൻ്റെ കുട്ടിയെ 12 മണിക്കാണ് കയറ്റുന്നത്. ഞാൻ വിചാരിച്ചു 2-3 മണിയൊക്കെ ആകുമ്പോൾ ഇറക്കുമെന്ന് വിചാരിച്ചു. ആ സമയമായി 5 മണിയായി, 4 മണിയായി, 5 മണിയായി, 6 മണിയായി, 7 മണിയാവുന്നു, ഇറക്കുന്നില്ല. 8 മണിയൊക്കെ ആയി, ഇറക്കുന്നില്ല. 9 മണിയായപ്പോൾ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കുറേച്ചായിട്ട് സംസാരവും സൗണ്ടും ഒക്കെ എനിക്ക് മാറാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് എൻ്റെ സൗണ്ട് കൂടിയപ്പോൾ ഡോക്ടർ എന്നെ വന്ന് പറഞ്ഞു, സർജറി കഴിഞ്ഞിട്ടുണ്ട്, വിഷമിക്കേണ്ട, അവൻ്റെ കാല് വർക്ക് ആവണുണ്ട്. അതായത് ഇപ്പോൾ വച്ചിരിക്കുന്ന പൊസിഷൻ നിങ്ങൾക്കറിയാമല്ലോ, ആ പൊസിഷനിലിരിക്കുന്ന കാല് നമുക്ക് വർക്കിംഗ് ആവണം. വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ ആ കാല്, ആ പാദം വർക്കാവുള്ളൂ. പറഞ്ഞപ്പോൾ സന്തോഷമായി. പക്ഷെ പിന്നെ ഇറക്കുന്നില്ല. അവന് എന്നോട് കള്ളം പറഞ്ഞതാണെന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ വീണ്ടും ഞാൻ ഒരുപാട് പേരെ വിളിച്ച് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ, എൻ്റെ കുട്ടി ഇറക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവരെയൊക്കെ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഒന്നുമില്ല, കുഴപ്പമില്ല, അവരിപ്പോൾ പറഞ്ഞില്ലേ, ഇനി ഇറക്കിക്കോളും, കുറച്ച് സമാധാനം കൊടുക്ക്, അവൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെക്കപ്പുകൾ കാണും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കൊരു തരം ഉള്ളിനകത്തൊരു തീ പോലത്തെ ഒരു ആളിക്കത്തലായിരുന്നു. എനിക്ക് മാത്രമല്ല കേട്ടോ, ചേട്ടനും മോക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ. അപ്പോൾ എല്ലാവരും കരയുന്നുണ്ട്, പക്ഷേ സൗണ്ടിലല്ലെന്ന് മാത്രം, ഒച്ചയിട്ട് കരയുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവരും ഒരു മരണവെപ്രാളത്തിലിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. അവർ 9:45 കഴിഞ്ഞു, 10 മണി അടുപ്പിച്ചായി. അവരെല്ലാവരും കൂടെ ഒരു കട്ടിൽ, ഹോസ്പിറ്റലിൽ ബെഡില്ലേ, ആ ബെഡിങ്ങനെ എല്ലാവരും കൂടെ ഉരുട്ടിക്കൊണ്ടുവരിക. അതിനകത്ത് ഒരു 10-12 ഡോക്ടേഴ്സെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഉരുട്ടി ഫുള്ള് ഡോക്ടേഴ്സ് വളഞ്ഞ് നിൽക്കുകയാണ്. അവനെ കാണാനൊന്നും പറ്റില്ല. അവരവിടെ നിന്ന് ഉരുട്ടി കൊണ്ടുവരികയാണ്. പുറത്ത് കൊണ്ടുവന്ന് എനിക്ക് പേടിയായിരുന്നു, എന്താണ് ഏതാണെന്നുള്ള ചങ്ക് അങ്ങനെ ഞാൻ മുറുക്കി പിടിച്ചു വെച്ചുകൊണ്ട് നിന്ന ഒരു നിമിഷമായിരുന്നു. വല്ലാത്ത തീ കത്തുന്ന ഒരുതരം വേദന. പക്ഷെ അവനെ കണ്ടപ്പോൾ വായ്ക്കുള്ളിലൊക്കെ ഓസൊക്കെ കൊടുത്ത് മുഖമെല്ലാം നീര് പോലെയായി, കണ്ണിനീരൊക്കെ ഒലിച്ച പാടുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. സെഡേഷനൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തതെങ്കിലും അവൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീരൊലിച്ച് ആ പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാലൊന്നും അവർ കാണിച്ചു തന്നില്ല, മുഖം മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇങ്ങനെ അവരെ കൊണ്ടുപോയി ICUയിൽ കയറ്റി. അപ്പോൾ അവർ പറഞ്ഞ് ഇന്നൊരു ദിവസത്തേക്കും 24 മണിക്കൂർ അവർ ഇവിടെ ഇരിക്കട്ടെ, തിരിച്ച് സാധാ ICUയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞിട്ട്. സെഡേഷനിലാണ്, അതുകൊണ്ട് അവനെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു, സമാധാനിക്കുക, അവനൊരു കുഴപ്പമില്ല, നിങ്ങൾ സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോവുക, നാളെ രാവിലെ 6:30-7 മണിയാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പോകാൻ മനസ്സില്ലായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. RCCയിൽ രാത്രി അവിടെ ആർക്കും സ്റ്റേ ഇല്ല, RCCക്ക് ഉള്ളിൽ ആർക്കും സ്റ്റേ ഇല്ല. അപ്പം ഈ ഒരു സർജറി ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ടൈം വരെയെങ്കിലും നമ്മൾ അവിടെ നിന്നത്. മറ്റാർക്കും 6 മണി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല. സർജറിയിൽ ഫ്രണ്ടിൽ 6 മണി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ വാർഡുകളിലാണെങ്കിൽ നമുക്ക് 9 മണി വരെ നിൽക്കാം കേട്ടോ, അത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. എന്തായാലും അന്നത്തെ ദിവസം അങ്ങനെ ഒരു സംഭവമായിരുന്നു. വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ്. ഇന്നും എൻ്റെ കണ്ണുകളിൽ, നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ കണ്ണുകളിലേക്ക് ആ ഒരു രൂപവും ആ ഒരു അവസ്ഥയും ഇന്നും എൻ്റെ കണ്ണിൽ അങ്ങനെ കാണാം. ഇതാണ് ഞങ്ങൾ സർജറിയിൽ അന്ന് അനുഭവിച്ച് ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വേദനകൾ. അവൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും എണീറ്റ് 2 കാലോട് നടക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞ ആ ഒരു നിമിഷം. പക്ഷേ എനിക്കറിയാം, ഇനി ഒരു സ്റ്റെപ്പ് കാലമായാലും അവന് നടക്കാൻ പറ്റും. അതിനുള്ള നീക്കങ്ങൾ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവനൊരു സ്റ്റെപ്പ് കാല് കിട്ടുന്നതായിരിക്കും. പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും
അവന് നടക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടെ ഞങ്ങൾ ഇന്ന് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങളെല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.